ഹസി, ഉമ്മയും ഉപ്പയും കൂടി നമ്മുടെ വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നേരം വെളുത്തപ്പോൾ തന്നെ ഫോൺ വിളിച്ച് ഫഹദിന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഹസിക്ക് കാലി കയറി. നിങ്ങൾക്ക് വട്ടായോ ഇക്കാ? രാത്രി വല്ല സ്വപ്നവും കണ്ടതാവും. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ കഴിഞ്ഞതൊക്കെ മറക്കാൻ. വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. അവരുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയതൊക്കെ പോരാഞ്ഞിട്ടാണോ ഇങ്ങനെ ഓരോന്ന് ഓർത്ത് കിടക്കുന്നത്? ഇതും പറഞ്ഞ് പല്ല് കടിച്ച് ഹസി ഫോൺ വെച്ചു. ഹസിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉപ്പാക്കും ഉമ്മാക്കും ഫഹദിനെ കണ്ണെടുത്താൽ കണ്ടൂടാ. കല്യാണം കഴിയുന്നതുവരെ അവനായിരുന്നു ആ വീട്ടിലെ ഓമനപുത്രൻ. പക്ഷെ ഹസി അവൻ്റെ ഭാര്യയായി വന്നത് മുതൽ കാര്യങ്ങൾ തല കീഴായി മറിഞ്ഞു. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഹസിയെ വിവാഹത്തിന് ശേഷവും ഫഹദ് പഠിപ്പിച്ചു. അവൾ നന്നായി പഠിച്ച് ഒരു സർക്കാർ ജോലി സ്വന്തമാക്കി. ഭാര്യ ജോലിക്ക് പോയി തുടങ്ങിയത് മുതലാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നത്. ഫഹദിൻ്റെ അനിയത്തിക്കും ഇക്കാമാരുടെ ഭാര്യമാർക്കും ഹസി ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥതകൾ. നമ്മുടെ കുടുംബത്തിൽ ഭാര്യമാർ ജോലിക്ക് പോയിട്ട് വേണോ ജീവിക്കാൻ? നാണക്കെടുകൊണ്ട് ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റാതായി എന്ന അനിയത്തി. നമ്മളൊക്കെ പഠിക്കാഞ്ഞിട്ടാണ് ജോലിക്ക് പോവാത്തത്? അല്ല, നമ്മൾക്ക് വലുത് നമ്മളുടെ ഭർത്താവും കുട്ടികളും കുടുംബവുമാണ് എന്ന് ഒരിക്കയുടെ ഭാര്യ. ജോലിക്ക് പോയാൽ വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. രാവിലെ ജോലിക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുക, രാത്രി വീട്ടിലേക്ക് വരിക. ആഹാ, എന്താ സുഖം! അവൾക്കും ഭർത്താവിനും വെച്ചുണ്ടാക്കി കൊടുക്കാൻ നമ്മളുണ്ടല്ലോ ഇവിടെ എന്ന് മറ്റേ ഇക്കയുടെ ഭാര്യ. ഉമ്മയും ഉപ്പയും സ്വന്തം മോളും മരുമക്കളും പറയുന്നതിൻ്റെ കൂടെ നിന്നു. അങ്ങനെ ആ വീട്ടിൽ ഫഹദും ഭാര്യയും ഒറ്റപ്പെട്ടു. പക്ഷെ തൻ്റെ ഭാര്യ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് സ്വന്തമാക്കി ജോലി കളയാൻ ഫഹദ് തയ്യാറായില്ല. അവൻ ഹസിയുടെ കൂടെ കട്ടയ്ക്ക് നിന്നു. ഫഹദ് ഭാര്യയുടെ കൂടെ നിന്നപ്പോൾ വീട്ടുകാർക്ക് ദേഷ്യം ഇരട്ടിച്ചു. ഹസിയെക്കുറിച്ച് പല കഥകളും അവൻ്റെ കാതിലെത്തി. പക്ഷെ അതിലൊന്നും ഫഹദ് തളർന്നില്ല. തൻ്റെ ഭാര്യയെ അവൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തി തളർത്താൻ ശ്രമിച്ച് ഭാര്യയ്ക്ക് താങ്ങാൻ നിന്നപ്പോൾ വീട്ടുകാരുടെ മുന്നിൽ ഫഹദ് പെൺകോന്തനായി, പാവാടവള്ളിയായി. സ്വന്തം വീട്ടുകാർ പോലും അവനെ പരിഹസിച്ചു. ഇതിനിടയിൽ ഹസി ഗർഭിണിയായി. അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ സമയത്ത് പോലും ഫഹദിൻ്റെ വീട്ടുകാർ അവരെ മാനസികമായി ഒരുപാട് തളർത്തി. പക്ഷെ തങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ ഫഹദും ഹസിയും ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല. വലിയ ബിസിനസ് ഫാമിലിയാണ് ഫഹദിൻ്റേത്. കൂട്ടുകുടുംബവുമാണ്. കുട്ടികൾ വളരുംതോറും വീട്ടിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. അങ്ങനെ മൂത്തിക്ക വേറെ വീടെടുത്ത് മാറാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഉപ്പയും ഉമ്മയും തങ്ങളുടെ സ്വത്തുക്കൾ 4 മക്കളുടെയും പേരിൽ എഴുതി വെക്കാൻ ഒരുങ്ങി. തങ്ങളുടെ കാലശേഷം സ്വത്തുക്കൾ മക്കൾക്ക് കിട്ടുന്ന പോലെ അവർ ആധാരം എഴുതി വെച്ചു. 3 മക്കൾക്കും സ്വത്തുക്കൾ വാരിക്കോരി നൽകിയപ്പോൾ ഉമ്മയും ഉപ്പയും ഫഹദിന് കൊടുത്തത് വളരെ തുച്ഛമായത് മാത്രമായിരുന്നു. അതിനുള്ള വീട്ടുകാരുടെ ന്യായീകരണം ഇതായിരുന്നു: ഫഹദിൻ്റെ ഭാര്യയ്ക്ക് ജോലിയൊക്കെ ഇല്ലേ, അപ്പോൾ അവർക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ മറ്റു മക്കൾ അങ്ങനാണോ? അവരുടെ ഭാര്യമാരും ഞങ്ങളുടെ സ്വന്തം മോളും ഭർത്താവ് കുട്ടികൾ എന്ന് പറഞ്ഞ് അന്തസ്സായി കുടുംബം നോക്കി ജീവിക്കല്ലേ. അവർക്ക് ഞങ്ങളല്ലാതെ വേറെ ആരാ കൊടുക്കാനുള്ളത്? ഫഹദ് ആരോടും പരാതിയോ പരിഭവമോ പറഞ്ഞില്ല. ഉപ്പയുടെ GCCയിലുള്ള ബിസിനസ് എല്ലാം ഇക്കമാരും അളിയനും സ്വന്തമാക്കി. സത്യം പറഞ്ഞാൽ അതുവരെ നോക്കി നടത്തിയിരുന്ന ഷോപ്പിൽ നിന്ന് വരെ ഫഹദിന് ഇറങ്ങേണ്ടി വന്നു. അവൻ നാട്ടിൽ കൂടാൻ തീരുമാനിച്ചു. എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, അതായിരുന്നു പ്ലാൻ. പക്ഷെ വീട് ഓഹരിയായി കിട്ടിയ ഇക്കായും ഭാര്യയും വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടെന്നും പറഞ്ഞ് ഫഹദിനെയും ഹസിയെയും 2 വയസ്സുള്ള മോനെയും ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് ഇറക്കി വിട്ടു. തങ്ങളുടെ മുറിയിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് ഫഹദ് ഹസിയെ നോക്കി. അപ്പോൾ ഈ മുറിയിൽ നമ്മളിനി വരില്ലല്ലേ? നമ്മുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ദേഷ്യങ്ങളും പരിഭവങ്ങളും എല്ലാം ഈ മുറിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അല്ലേ ഹസി? മോനെ എടുത്ത് ഫഹദ് മുറിയിലേക്ക് ഒന്നുകൂടെ നോക്കി. അവൻ്റെ നെഞ്ച് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസി അവനെ സമാധാനിപ്പിച്ചു. താൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും നിറകണ്ണുകളോടെ പടിയിറങ്ങുമ്പോൾ ഉപ്പയും ഉമ്മയും ഒന്നും മിണ്ടിയതുപോലുമില്ല. അവരുടെ മുഖത്തൊക്കെ പുച്ഛം മാത്രം. നേരെ പോയത് ഭാര്യ വീട്ടിലേക്കാണ്. വീട് വെക്കണം, അല്ലെങ്കിൽ എവിടെ കയറി കിടക്കും? ഭാര്യ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നത് മോശമല്ലേ? അങ്ങനെ തനിക്ക് ഓഹരിയായി കിട്ടിയ 18 സെൻറ്റ് സ്ഥലത്ത് ഫഹദ് ഒരു വീട് വെച്ചു. ഫഹദിൻ്റെയും ഹസിയുടെയും സ്വപ്ന വീട്. വീടിൻ്റെ പാലുകാച്ചലിന് ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം വന്നുപോയി. ഉമ്മയും ഉപ്പയും ആ വീട്ടിലേക്കൊന്ന് കയറി നോക്കിയതുപോലുമില്ല. ദയനീയമായി അതൊക്കെ കണ്ട് പുഞ്ചിരിക്കാനേ ഫഹദിന് സാധിച്ചുള്ളൂ. ഫഹദും ഹസിയും മോനും സന്തോഷത്തോടെ പുതിയ വീട്ടിൽ ജീവിതം ആരംഭിച്ചു. അവൻ പുതിയ ബിസിനസ് തുടങ്ങി. പടച്ചോൻ്റെ അനുഗ്രഹം, ആ ബിസിനസ് വൻ വിജയമായി. 2 വർഷങ്ങൾക്ക് ശേഷം ഫഹദ് ഇന്ന് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ബിസിനസ്സുകാരനാണ്. ഭാര്യയും കുട്ടിയോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു.
ഫഹദിന്റെ ഇക്കാമാരും അളിയനും അവരുടെ ബിസിനസ് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിപ്പിച്ചു. അവരുടെ മുന്നിൽ ഫഹദ് ഒന്നുമല്ലായിരുന്നു. അവർ ഇന്റർനാഷണൽ ആണെങ്കിൽ ഫഹദ് ഒരു സാധാരണ പഞ്ചായത്ത്, അത്രയുള്ളൂ. ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി ബാംഗ്ലൂർ പോയപ്പോഴാണ് ഉമ്മയുടെ ഫോൺ വരുന്നത്. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഫഹദ് ഫോൺ എടുത്തു. കാരണം ഉമ്മ വിളിച്ചിട്ട് കുറേ കാലമായി. എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? ആ ഉമ്മ, സുഖമാണ്. നിങ്ങൾക്ക് സുഖമല്ലേ? സുഖം മോനെ. നീ എവിടെ ഇപ്പോ? ഞാൻ ബാംഗ്ലൂരാണുമ്മ. നീ എന്നാ തിരിച്ച് നാട്ടിൽ വരിക? എന്തു പറ്റി ഉമ്മ? ഉമ്മ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ നാട്ടിൽ വരാം. എന്താ പറ്റിയേ? നീ ബേജാറാവണ്ട ചെക്ക. നീ അവിടുത്തെ പണിയൊക്കെ കഴിച്ച് വന്നാൽ മതി. ഒന്ന് നിർത്തിയിട്ട് ഉമ്മ തുടർന്നു. എന്താണെന്നറിയില്ല മോനെ. കുറച്ചു ദിവസം എനിക്കും ഉപ്പാക്കും നിന്റെ കൂടെ വന്ന് നിൽക്കാനൊരാഗ്രഹം. ഇത് കേട്ടപ്പോൾ ഫഹദിന് വന്ന വികാരത്തിൻ്റെ പേര് എഴുതിയാൽ തീരില്ല. അവൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ, ഉമ്മ, നിങ്ങള്? വാക്കുകൾ മുറിഞ്ഞു, ശബ്ദമിടറി. ഞാനിന്ന് വൈകിട്ടുള്ള ഫ്ലൈറ്റിൽ. ഉമ്മ, ഞാൻ വരാം. നിങ്ങളെ ഉപ്പ എപ്പോഴാ വരിക? നാളെ രാവിലെ വരാം. ഓക്കെ ഉമ്മ. കുറച്ചു ദിവസം നിങ്ങളെ ഉപ്പയും ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ? അതിനാണല്ലോ മോനെ ഞങ്ങൾ വരുന്നത്. ഹസിക്കും മോനും സുഖമല്ലേ? ഈ ചോദ്യം കേട്ടപ്പോൾ ഫഹദിന് വന്ന സന്തോഷം. സുഖാണുമ്മ, രണ്ടാൾക്കും സുഖമാണ്. മോനെ, ഉപ്പാക്ക് നിന്നോട് എന്തോ പറയാനുണ്ട് പോലും. ഫഹദിൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം. ഉപ്പ സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി. മോനെ, മോനെ എന്നുള്ള സ്നേഹത്തോടെയുള്ള ആ വിളി. ഹോ, ആ ഉപ്പ, സുഖമല്ലേ നിങ്ങൾക്ക്? സുഖമാണ് മോനെ. ഞങ്ങൾ വരുന്നത് കൊണ്ട് നിന്റെ തിരക്കൊന്നും മാറ്റിവെക്കണ്ട. ഉപ്പാന്റെ വായിൽ നിന്നും ഇത്രയും സ്നേഹത്തോടെയുള്ള വാക്കുകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടതായി ഫഹദിന് ഓർമ്മയിലില്ല. എൻ്റെ ഉപ്പ, നിങ്ങൾ വരുമ്പോൾ എനിക്കെന്ത് തിരക്ക്? നിങ്ങൾ വരിയേ, നമുക്കിവിടെ പൊളിക്കാം. എന്നാൽ നാളെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് അവർ സംസാരം അവസാനിപ്പിച്ചു. അതുകഴിഞ്ഞ് ഫഹദ് അപ്പോൾ തന്നെ ഹസിയെ വിളിച്ചു. ആദ്യം ഫഹദ് ഈ കാര്യം പറഞ്ഞപ്പോൾ ഹസി വിശ്വസിച്ചില്ല. എടി, ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല. ഉപ്പായും ഉമ്മായും നാളെ വരും. നീ വീടൊക്കെ വൃത്തിയാക്കി വെക്ക്. ഞാനിന്ന് രാത്രി എത്തും. ബാക്കിയൊക്കെ നമുക്ക് ഒന്നിച്ച് പ്ലാൻ ചെയ്യാം. ആഹാ, അപ്പോൾ ശരിക്കും വരുന്നുണ്ടോ അവര്? ഞാൻ കുട്ടനെ വിളിച്ച് കുറച്ച് പുഴമീൻ കിട്ടുമോ നോക്കട്ടേക്കാ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നീ എല്ലാം സെറ്റ് ചെയ്യും. ബാക്കി ഞാൻ വന്നിട്ട് നോക്കാം. ഓക്കേക്കാ. അന്ന് വൈകിട്ട് ഫഹദ് ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് രാത്രി വീട്ടിലെത്തി. എന്തൊക്കെ ചെയ്തിട്ടും ഫഹദിന് അങ്ങ് തൃപ്തിയാവുന്നില്ല. സാധനങ്ങളെടുത്ത് ഒരിടത്ത് വെക്കും. കുറച്ചു കഴിഞ്ഞ് അതേ സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെക്കും. എന്തൊക്കെയൊരു വെപ്രാളം അവന്. ഇതൊക്കെ കണ്ട് ഹസിയും മോനും കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത് മനുഷ്യ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വരുന്നത് എൻ്റെ ഉപ്പയും ഉമ്മയാണ്, കേട്ടല്ലോ. ഹസി മോനെ നോക്കി. ഹോ മോനെ, വാടാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. നമ്മളൊക്കെ പുറത്തുള്ള ആളുകളല്ലേ, അവരായി അവരുടെ പാടായി. പിറ്റേ ദിവസം രാവിലെ വീടിൻ്റെ മുന്നിൽ ഉപ്പയുടെ കാർ വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങി ഉമ്മയും ഉപ്പയും ഫഹദിൻ്റെ അടുത്തേക്ക് പുഞ്ചിരിച്ച മുഖത്തോടെ നടന്നു വന്ന് ഉപ്പ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ഫഹദിന് അത്ഭുതം. അതിനേക്കാൾ അത്ഭുതം ഹസിക്കായിരുന്നു. ഇത് ഇക്കയുടെ ഉപ്പയും ഉമ്മയും തന്നെയാണോ? ഇവരുടെ തലയ്ക്ക് വല്ലതും പറ്റിയോ? മനസ്സിൽ പിറുപിറുത്ത് മുഖത്ത് പുഞ്ചിരി വിടർത്തി ഹസി അവരുടെ അടുത്തേക്ക് പോയി. കൂടെ മോനും ഉണ്ടായിരുന്നു. ഉപ്പ മോനെ എടുത്ത് ഉമ്മ വെച്ചു. ഫഹദ് ഉമ്മയും ഉപ്പയും കൊണ്ട് വീട്ടിലേക്ക് കയറി. ഫഹദ് അവരോട് മുറിയിൽ വിശ്രമിക്കാൻ പറഞ്ഞു. ഹസി, ഉപ്പായ്ക്കും ഉമ്മായ്ക്കും അവരുടെ മുറി കാണിച്ചു കൊടുക്ക്. ഹസി പുഞ്ചിരിച്ച് മുറിയിലേക്ക് അവരെ കൊണ്ടുപോയി. മുറി കണ്ടപ്പോൾ ഉപ്പയും ഉമ്മയും പരസ്പരം നോക്കി. ഉമ്മയും ഉപ്പയും അവരുടെ വീട്ടിലെ മുറി എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേപോലെ ഒരു മുറി. ഉമ്മാക്കുള്ള നിസ്കാര കുപ്പായം പോലും അതേപോലെ ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുന്നു. വായനാപ്രിയനായ ഉപ്പായ്ക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ വരെ ആ മുറിയിലുണ്ട്. അന്തം വിട്ട് നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് ഫഹദ് വന്നു. നിങ്ങളെന്തെങ്ങനെ മിഴിച്ചു നിൽക്കണേ? നിങ്ങൾ റെസ്റ്റ് എടുത്തോ. ഉപ്പ ഫഹദിനെ നോക്കി. നീ ഈ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു മുറി ഒരുക്കിയിരുന്നു അല്ലേ? ഫഹദ് ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും ഒരു മുറി എൻ്റെ വീട്ടിൽ ഒരുക്കേണ്ടത് എൻ്റെ കടമയല്ലേ? നിങ്ങൾക്കല്ലേ ഞാൻ ആരുമല്ലാത്തത്? എനിക്ക് നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞു തീർന്നപ്പോൾ ഫഹദിൻ്റെ ശബ്ദം ഇടറി. ഉപ്പ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഒന്നും പറയാനില്ലായിരുന്നു അവർക്ക്. അന്നുച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കോലായിൽ എല്ലാവരും വട്ടം ചുറ്റിയിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഫഹദ് ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചു, എന്തെങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയേ? ഭയങ്കര മാറ്റം രണ്ടാൾക്കും. എന്ത് പറ്റി? സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന പോലെ നിങ്ങളെ രണ്ടാളെ അവിടെ നിന്ന് ഇറക്കി വിട്ടോ എൻ്റെ ഇക്കായും ഭാര്യയും? ഇതും പറഞ്ഞ് ഫഹദ് ചിരിച്ചു. ഹസി അവനെ നോക്കി കണ്ണുരുട്ടി. ഫഹദിൻ്റെ ആ ഫലിതം ഉമ്മായും ഉപ്പയും ആസ്വദിച്ചിരുന്നു. ഉപ്പ അവനെ നോക്കി.
അവിടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോഴും കാര്യങ്ങളെല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇറക്കി വിട്ടാൽ പിന്നെ എല്ലാത്തിനെയും ഞാൻ കോടതി കയറ്റില്ലേ? ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. ഉപ്പ പൊട്ടിച്ചിരിച്ചു, കൂടെ ഫഹദും. ഉമ്മ അവനെ വാത്സല്യത്തോടെ നോക്കി. ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല മോനെ. മറ്റു മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്ന പോലെ നിന്നോട് ഞങ്ങൾ. ഉമ്മാൻ്റെ ശബ്ദമിടറി. പെട്ടെന്നൊരു തോന്നൽ, എൻ്റെ കുട്ടിയെ കാണണം, കുറച്ച് ദിവസം കൂടെ നിൽക്കണം എന്നൊക്കെ. വയസ്സായില്ലേ, ചിലപ്പോൾ അതുകൊണ്ടാകും. ഫഹദ് ഉമ്മയുടെ കയ്യിൽ പിടിച്ചു. ഇപ്പോൾ ഞാൻ എന്ത് ഹാപ്പിയാണെന്നറിയോ നിങ്ങൾക്ക്? ഇത് കേട്ടപ്പോൾ ഉപ്പ പുഞ്ചിരിച്ചു. ഈ കാലം വരെ പണത്തിനും പവറിനും വേണ്ടി ജീവിച്ചില്ലേ? ഏതായാലും ഞങ്ങളുടെയൊക്കെ വിസ തീരാനായിരിക്കണം. മരിക്കുന്നതിന് മുന്നേ നിന്റെ കൂടെ താമസിച്ച് ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച അടിച്ചു പൊളിക്കാനൊരാഗ്രഹം. മറ്റു മക്കളുടെ കൂടെ അത് നടക്കില്ലല്ലോ. അവരൊക്കെ എപ്പോഴും ഓട്ടത്തിലല്ലേ. ഒന്ന് മിണ്ടാൻ പോലും സമയമില്ല ആർക്കും. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ തന്നെ വല്ലപ്പോഴുമേ മിണ്ടാറുള്ളൂ. നീ അവിടെ ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു. ഒച്ചയും ബഹളവും ഒക്കെയായി. പറഞ്ഞിട്ടെന്താ കാര്യം? ഫഹദ് പൊട്ടിച്ചിരിച്ചു. ആഹാ, അപ്പം നിങ്ങളീ വയസ്സാം കാലത്ത് അടിച്ചു പൊളിക്കാൻ വന്നതാണല്ലേ? നമുക്കിവിടെ മൊത്തം കറങ്ങണം, അടിച്ചു പൊളിക്കാം നമുക്ക്. അങ്ങനെ ഫഹദും അസിയും മോനും ഉപ്പായും ഉമ്മായും കൂടി മൊത്തത്തിൽ കറങ്ങി നടന്നു. അവർ ഇഷ്ടമുള്ള ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു, കടലിൽ കുളിച്ചു. രാത്രി 2 മണിക്ക് വയനാട് ചുരം കയറിപ്പോയി താഴേക്ക് നോക്കി ഒച്ച വെച്ചു. അവിടെയുള്ള തട്ടുകടയിൽ നിന്ന് ദോശയും ഓംലെറ്റും കഴിച്ചു. ശരിക്കും ഉപ്പായും ഉമ്മയും ഒരുപാട് സന്തോഷിച്ചു. അവർക്കിതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു. ദിവസങ്ങൾ ചടപടയെന്ന് കടന്നുപോയി. ഒരു ദിവസം ഫഹദിൻ്റെ മോൻ ഉച്ചത്തിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ ഉപ്പയും മോൻ്റെ കൂടെ കൂടി. കൊച്ചുകുട്ടിയെപ്പോലെ തൻ്റെ മകൻ്റെ കൂടെ ആടിയും പാടിയും കളിച്ചു ചിരിച്ച് സന്തോഷിക്കുന്ന ഉപ്പയെ ഫഹദ് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. കാരണം ഇങ്ങനൊരു ഉപ്പാനെ അവൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഫഹദ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഉപ്പ മോൻ്റെ കൂടെ ഡാൻസ് കളിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ സോഫയിലിരുന്ന് ഉമ്മ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫഹദ് ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, ഏകദേശം ഒരു 25 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. എന്താണ് പറ. നിങ്ങൾ ബിസിനസ്സൊക്കെ പൊട്ടി നിൽക്കണ സമയത്ത് എന്നെയും പെങ്ങളെയും കൂട്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയത് ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു. ഞാനും പെങ്ങളും ബലൂൺ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ കാലി പോക്കറ്റിൽ നോക്കി നിസ്സഹായനായി നിന്ന എൻ്റെ ഉപ്പയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഉപ്പ ഫഹദിനെ നോക്കി. മറന്നിട്ടില്ല. ഫഹദ് ഒന്ന് പുഞ്ചിരിച്ചു. നഷ്ടത്തിലായ ബിസിനസ് തിരിച്ചു പിടിച്ച് അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കിയപ്പോൾ ഉപ്പ എന്നെങ്കിലും അതേ ഉത്സവത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഉപ്പ ഉത്സവത്തിന് പോയത്. അതാ ചോദിച്ച്. ഉപ്പയൊന്ന് പുഞ്ചിരിച്ചു. എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിൽ പഴയതൊക്കെ മറന്ന പോലെ നടിച്ചു. പിന്നീട് ഉണ്ടാക്കിയത് നഷ്ടപ്പെടാതിരിക്കാൻ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് നിധികാക്കുന്ന ജിന്നിനെ പോലെ കാവൽ നിന്നു. എന്നാൽ നമുക്കിന്ന് ആ ഉത്സവത്തിന് പോയാലോ? ഇന്നാണ് ഉത്സവം. ഉപ്പയുടെ മുഖത്ത് ആകാംക്ഷ. ഇന്ന് അവസാന ദിവസമാണ്. വെടിക്കെട്ടും നാടകവുമുണ്ട്. പോയാലോ നമുക്ക്? ഫഹദിൻ്റെ അഭിപ്രായത്തോട് എല്ലാവർക്കും ഡബിൾ ഓക്കെ. അങ്ങനെ അന്ന് രാത്രി കൃഷ്ണൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിന് അവർ എല്ലാവരും പോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉപ്പയും ഉമ്മയും ഉത്സവത്തിന് പോകുന്നത്. കൊച്ചുകുട്ടികളെപ്പോലെ ഉപ്പയും ഉമ്മയും ഉത്സവപ്പറമ്പിലെ കാഴ്ചകൾ കണ്ട് രസിച്ചു. മാജിക് കാണാൻ കയറിയപ്പോൾ മജീഷ്യൻ്റെ ജാലവിദ്യകൾ കണ്ട് അത്ഭുതത്തോടെ കൈകുട്ടി ആർത്തു വിളിക്കുന്ന ഉപ്പയുടെ അടുത്തു നിന്നും കണ്ണെടുക്കാൻ ഫഹദിന് തോന്നിയില്ല. കാരണം അവൻ ഇതൊക്കെ ഒരു സ്വപ്നം പോലെയായിരുന്നു. ശരിക്കും സ്വപ്നത്തിലാണോ എന്ന് നോക്കാൻ കുറേ അവൻ സ്വയം നുള്ളി നോക്കി. അല്ല, സ്വപ്നമല്ല. നുള്ളി നോക്കാൻ നേരം ഫഹദ് 1000 വട്ടം പ്രാർത്ഥിച്ചിരുന്നു, ഇതൊരു സ്വപ്നമാകരുതേ എന്ന്. പിറ്റേ ദിവസം രാവിലെ ഇന്നാണ് ഉപ്പയും ഉമ്മയും തിരിച്ചു പോകുന്നത്. അവർ ഫഹദിനോടും ഹസിയോടും മോനോടും യാത്ര പറഞ്ഞ് കാറിൽ കയറിയപ്പോൾ ഫഹദിൻ്റെ നെഞ്ചു പിടഞ്ഞു. അവൻ കരയുന്നുണ്ടായിരുന്നോ അപ്പോൾ? അറിയില്ല. കാറിൽ നിന്നും ഇറങ്ങി ഉപ്പ ഫഹദിൻ്റെ കയ്യിൽ പിടിച്ചു. നീ ചിന്തിക്കുന്നില്ലേ ഉപ്പായും ഉമ്മയും എന്തിനാ നിന്റെ അടുത്തേക്ക് വന്നതെന്ന്? ഫഹദ് ഒന്ന് മൂളി. ഉപ്പ ഒന്ന് പുഞ്ചിരിച്ചു. അതിനുള്ള ഉത്തരമാണ് ഈ കുറച്ച് ദിവസം നീ ഞങ്ങൾക്ക് തന്ന സന്തോഷം. ഞങ്ങളെ ഇങ്ങനെ ഹാപ്പിയാക്കി നിർത്താൻ നിന്നെക്കൊണ്ടേ പറ്റൂ. ഞങ്ങൾ ഇനിയും വരും നിന്റെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ. ഇതും പറഞ്ഞ് ഉപ്പ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. എന്നിട്ട് വേഗം കാറിൽ കയറി അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, കുറേ വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ. ക്ഷമിക്കടാ മോനെ ഞങ്ങളോട്. ഫഹദ് തിരിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കാർ മുന്നോട്ട് പോയിരുന്നു. കാലം മായ്ക്കാത്ത മുറിവുകളില്ല. തെറ്റുതിരുത്തി ജീവിക്കുന്നതിനേക്കാൾ വലിയ പുണ്യവുമില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.
കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.